ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ചില സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് പഠിക്കാം. ഒന്നാമതായി വൈകുണ്ഠസ്വാമികൾ. മുടിചൂടും പെരുമാൾ എന്ന പേര് യാഥാസ്ഥിതികരുടെ എതിർപ്പ് മൂലം മാറ്റേണ്ടി വന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഇദ്ദേഹത്തിന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമായി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി എന്നാണ്. തിരുവിതാംകൂർ രാജാവ് ജയിലിലടച്ച നവോത്ഥാന നായകൻ. അരൽനൂൽ എന്ന കൃതി രചിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീചനെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചനെന്നും വിളിച്ചു. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. അയ്യാവഴി എന്ന ആത്മീയ പാത ആവിഷ്കരിച്ചു. അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. രണ്ടാമതായി അയ്യങ്കാളി. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. കല്ലുമാല സമരം നയിച്ചു. ഈ സാമൂഹിക പരിഷ്കർത്താവിന്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് കവടിയാറിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചു. മഹാത്മാഗാന്ധി ഇദ്ദേഹത്തെയാണ് പുലിയ രാജാവെന്ന് വിശേഷിപ്പിച്ചത് 1937. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാകപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗം. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ഈ നവോത്ഥാന നായകന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു. പെരിനാട് സമരം 1915 നയിച്ചു. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചു. 1905 വെങ്ങാനൂരിൽ അവശ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം, അതായത് നിലത്തെഴുത്ത് പള്ളി സ്ഥാപിച്ചു. മൂന്നാമതായി ശങ്കരാചാര്യർ. ഇദ്ദേഹത്തിന്റെ ജനനം കൊണ്ട് കാലടി എന്ന സ്ഥലം പ്രസിദ്ധമായി. ഒരു കേരളീയന്റെ പേരുള്ള ആദ്യ സർവകലാശാല ഇദ്ദേഹത്തിന്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. അദ്വൈത ചിന്തയുടെ പ്രയോക്താവ്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ശിവഗുരുവും ആര്യാബായും. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വചിന്തക ദിനമായി ആചരിക്കുന്നത്. അദ്വൈത മത സ്ഥാപനത്തിനായി ഇന്ത്യയുടെ 4 ഭാഗങ്ങളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഗോവിന്ദപാദരുടെ ശിഷ്യൻ. വിവേക ചൂടാമണിയുടെ കർത്താവ്. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെട്ടു. പ്രാപഞ്ചിക പ്രലോഭനങ്ങളിൽ നിന്ന് മോചനം നേടി സത്യദൈവത്തിൽ ലയിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു തന്നു. ഭജഗോവിന്ദൻ രചിച്ചു. ഭാരതീയ വേദാന്ത ചിന്തയുടെ പരമാചാര്യൻ.